സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക്. പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കിയ ആക്രമണ പ്രത്യാക്രമണം പുനരാരംഭിച്ച യുഎസും ഇറാനും. മേഖലയിലെ യുഎസ് സൈന്യത്തെ ഇറാൻ ലക്ഷ്യമിട്ടെന്നും തിരിച്ചടിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്നും യുഎസ് സെൻട്രൽ കമാൻഡ് പറഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം. ബുധനാഴ്ച രാവിലെ ജോർദാനിലെ യുഎസ് താവളം ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തുകയും ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾക്കു നേരെ യുഎസും സൗദിയും സംയുക്ത ആക്രമണം നടത്തുകയും ചെയ്തതോടെ മേഖല വീണ്ടും സംഘർഷ ചൂടിലായിരുന്നു. ഇറാഖിൽ 20 പേരാണ് കൊല്ലപ്പെട്ടത്. പിന്നാലെ ഇറാനിൽ യുഎസ് ബോംബിട്ടതോടെ മേഖല വീണ്ടും സമ്പൂർണ്ണ യുദ്ധഭീതിയിലായി. മിസൈൽ, ഡ്രോൺ കേന്ദ്രങ്ങൾ, തീരദേശ റഡാർ നിരീക്ഷണ കേന്ദ്രങ്ങൾ തുടങ്ങി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഡസനോളം കേന്ദ്രങ്ങൾ വ്യാഴാഴ്ച ആക്രമിച്ചെന്ന് സെൻകോം പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് തീരത്തെ കെഷം ദ്വീപിലുണ്ടായ യുഎസ് ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. വ്യാഴാഴ്ചയും ജോർദാനിലേക്ക് ഇറാനിയൻ മിസൈലുകൾ എത്തി. 5 എണ്ണം ജോർദാൻ സൈന്യം വെടിവെച്ചിട്ടു. കുവൈറ്റിന്റെ വടക്കൻ മേഖലയിൽ ചൈനീസ് കമ്പനിയുടെ സ്ഥാപനത്തിനു നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ 1 കൊല്ലപ്പെട്ടു. ജോർദാൻ ആക്രമണത്തിന് മറുപടിയായി ഇറാന് കനത്ത പ്രഹരം നൽകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ജൂൺ 17 ഇടക്കാല വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട തർക്കം സ്ഥിതി വഷളാക്കി. ഹോർമുസിൽ ഇറാൻ കപ്പൽ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ആഴ്ചകളോളം ഇരു കൂട്ടരും ആക്രമണം തുടർന്നു. പിന്നീട് അമേരിക്ക അയവ് വരുത്തി. ഇതോടെ യുഎസിന്റെ ഗൾഫിലെ സഖ്യകക്ഷികളെ തിരിച്ചാക്രമിക്കുന്നത് തങ്ങൾ നിർത്തുകയാണെന്ന് ഞായറാഴ്ച ഇറാൻ പ്രഖ്യാപിച്ചു. അതിനുശേഷം മേഖലയിൽ കാര്യമായ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. മധ്യസ്ഥർ വെടിനിർത്തൽ ചർച്ചകളും പുനരുജ്ജീവിപ്പിച്ചിരുന്നു. സമാധാന ശ്രമം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് വെടിനിർത്തൽ വന്നതെന്നും ട്രംപ് പറഞ്ഞെങ്കിലും 5 മാസത്തെ യുദ്ധം യുഎസിന്റെ ആയുധ ശേഖരത്തിൽ ഉണ്ടാക്കിയ കുറവാണ് അവരെ ആക്രമണത്തിൽ നിന്നും പിന്നോക്കം പോകാൻ പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഈജിപ്തിന്റെ മധ്യധരണ്യാഴി തീരത്തെ ഡമിയേറ്റ തുറമുഖത്ത് നങ്കൂരമിട്ട പ്രകൃതിവാതകം കയറ്റിയ 2 കപ്പലുകൾക്ക് ഡ്രോണേറ്റ് തീപിടുത്തമുണ്ടായി. യുഎസ്, ഗ്രീക്ക് കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. ആരും ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. പിന്നിൽ ഇറാനോ അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളോ ആകാമെന്നാണ് വിലയിരുത്തൽ. യുഎസിന്റെ പ്രധാന സഖ്യകക്ഷിയാണെങ്കിൽ ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ച ശേഷം ഇറാൻ ഇതുവരെ ഈജിപ്തിനെ ലക്ഷ്യമിട്ടിരുന്നില്ല. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു. ഇറാനെ നേരിടുന്നതിനായി നയതന്ത്രം, സാമ്പത്തിക ഉപരോധം, സൈനിക നടപടി എന്നീ 3 സാധ്യതകളെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി ചർച്ച ചെയ്തതായി ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ ആയുധശേഷിയിലും ഗണ്യമായ കുറവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇസ്രായേലിന്റെ വാദം. യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന 10,000-കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടെന്നും ഇപ്പോൾ ഏകദേശം 1500 എണ്ണം മാത്രമേ ഇറാന്റെ പക്കലുള്ളൂ എന്നും ഇസ്രായേൽ വിലയിരുത്തുന്നു. പുതിയവ നിർമ്മിക്കാൻ ഇറാന് ശേഷിയില്ലെന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.